ജീവിതത്തിന്റെ വഴിത്താരയിൽ എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒന്ന് വീണുപോയി എന്നോർത്ത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകന്ന് എന്നാൽ ഹൃദയം കർത്താവിന് വേണ്ടി കൊതിച്ചിട്ടും ആ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട്. നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന എപ്പോൾ വരും, എപ്പോൾ മടങ്ങി വരും എന്ന് ആശയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന, കാത്തിരിക്കുന്ന ഒരു നല്ല അപ്പൻ. ജീവിതം പലപ്പോഴും മാനുഷികമായ നിലകളിൽ കൈവിട്ടു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞിട്ടും ഒരിക്കൽ ദൈവസ്നേഹം അനുഭവിച്ചിട്ടും എപ്പോഴൊക്കെയോ എങ്ങനെയോ ഒരിക്കൽ കൈവിട്ടുപോയി, ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്നോർത്ത് ജീവിതകാലം മുഴുവൻ നിരാശയോടുകൂടി നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കാത്തിരിക്കുന്ന അപ്പനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുകയും ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ നല്ലൊരു ഉപമയുണ്ട്. ഒരപ്പന്റെ 2 മക്കളിൽ ഇളയവൻ തനിക്ക് വരേണ്ടുന്ന സ്വത്തൊക്കെയും പിടിച്ചു മേടിച്ച് ദൂരദേശത്ത് പോയി എല്ലാം നാനാവിധമാക്കി കളഞ്ഞു. ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചു, ജീവിതം കൈവിട്ടുപോയി. ആരും കൂടെയില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ നിരാശനായി തീർന്ന മകൻ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി തന്നെ സ്നേഹിച്ചൊരു അപ്പൻ തനിക്കുണ്ടായിരുന്നുവെന്ന്. ഇപ്പോഴും ആ അപ്പന്റെ സ്നേഹം അപ്പനിൽ ഉണ്ടാകുമെന്നുള്ളൊരു ചെറിയൊരു വെളിച്ചം തന്റെ അകത്തു നീങ്ങിയപ്പോൾ ആ മനുഷ്യനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. എൻ്റെ അപ്പന്റെ അടുക്കലേക്ക് ഓടി ചെല്ലും. എന്നിട്ട് അപ്പനോട് ഞാൻ പറയാം, അപ്പാ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്യും. നിന്റെ മകൻ എന്ന് പറയാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. നിന്റെ കൂലിക്കാരൻ ഒരുവനായി എന്നെ കാണണമേ എന്ന് ആ മനുഷ്യൻ പറയാൻ തീരുമാനമെടുത്തു. ഇത് പറയാൻ വേണ്ടി തന്റെ വീട് നോക്കി താൻ ഓടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ മനസ്സിൽ പല ചിന്തകൾ ഉണ്ടാവാം. എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കുമോ, എൻ്റെ വീട്ടുകാർ എന്നെ അകത്ത് കയറ്റുമോ, അല്ലെങ്കിൽ എന്നെ കണ്ട ഭാവം നടിക്കുമോ എന്നൊക്കെ ഒരുപക്ഷെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടാവാം. പക്ഷെ വളരെ ദൂരത്ത് നിന്ന് താൻ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയാമോ? തന്റെ വരവിന് വേണ്ടി കാതോർത്ത് തന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നല്ല അപ്പൻ ആ വാതിൽക്കൽ നിൽക്കുന്നതാണ് താൻ കാണുവാനിടയായി തീർന്നത്. അപ്പന്റെ അടുക്കൽ അപ്പനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പന്റെ സ്നേഹം കണ്ടപ്പോൾ, അപ്പന്റെ കരുതൽ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പറഞ്ഞപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്യും. പ്രിയമുള്ള ഒരു അപ്പൻ എന്താ ചെയ്യുന്നറിയാമോ? അവന്റെ സ്നേഹത്തോടെ വാരിപ്പുണർന്നു, അവനെ ആശ്ലേഷിച്ചു, അവനെ ചുംബിച്ചു, അവന് നല്ല വസ്ത്രം കൊടുത്തു, അവന്റെ കാലിൽ ചെരുപ്പിട്ടു, അവന് മോതിരം ധരിപ്പിച്ചു, അവനെ തന്റെ മകനായി പൂർവാധികം സ്നേഹത്തോടെ ചേർത്തണച്ചു. പ്രിയ സ്നേഹിത, ഒരു കാര്യം ഞാൻ പറയട്ടെ, കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. നാം മടങ്ങി വരാൻ കാത്തിരിക്കുന്ന, സ്നേഹത്തോടെ ഒന്ന് വിളിക്കാൻ, യേശുവേ എന്നൊന്ന് വിളിക്കാൻ കാത്തിരിക്കുന്ന, കാതോർത്തിരിക്കുന്ന, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ആഗ്രഹമുള്ള, തയ്യാറായിട്ടുള്ള ഒരപ്പനുണ്ട്. ഇനിയെങ്കിലും ജീവിതത്തിലെ നിരാശകൾ കൈവടിയ, ഇനിയും എനിക്ക് കർത്താവിന്റെ അരികിലേക്ക് വരാൻ കഴിയുമോ, ആ സ്വർഗീയ ദാനം എനിക്ക് അനുഭവിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, അപ്പൻ കൈവിടത്തില്ല, അപ്പൻ വിശ്വസ്തനാണ്. ഞാനും നിങ്ങളും ഒരുപക്ഷെ അവിശ്വസ്തരായി പോയേക്കാം, പക്ഷെ അപ്പോഴും അപ്പൻ വിശ്വസ്തനാണ്. വിശ്വസ്തമായ കരങ്ങൾ കൊണ്ട് നിങ്ങളെ ചേർത്തണയ്ക്കാൻ കൊതിക്കുന്ന ഹൃദയവുമായി അപ്പൻ കാത്തിരിക്കുക. വേഗത്തിൽ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങുക.